പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് നിധിയൻ കാതോലിക്ക ബാവ തിരുമേനി, ഇന്ന് നമ്മളുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ ശശി തരൂർ MP, അഭിവന്യ തോമസ് ശാമുവേൽ തിരുമേനി, ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മഹായിടവകയുടെ ഔദ്യോഗിക ഭാരവാഹികൾ, വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻറ്റ്, വന്യരായ അച്ഛന്മാരെ, ഉപദേശിമാരെ, ഡയസിസിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. പരിശുദ്ധ ബാവ തിരുമേനി ഈ ഹാളിലുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് വളരെ ആദരവോടെ ഞാനും പരിശുദ്ധ ബാവ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇടവകകൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ എന്നും മധ്യകേരള മഹായിടവക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിലയ്ക്കൽ എക്യൂമെനിക്കൽ പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിൽ എല്ലാ സഭകളുടെയും മേലധ്യക്ഷന്മാരുമായി മധ്യകേരള മഹായിടവക വളരെ ദൃഢമായ ബന്ധമാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘമായി ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരില്ല. കാരണം 4 സോണുകളിലായി നമ്മൾ മഹായിടവക ദിന സമ്മേളനങ്ങൾ ക്രമീകരിച്ചു. അവിടെയെല്ലാം വിശദമായി സംസാരിച്ചതുമാണ്. ഇന്ന് പരിമിതമായ സമയമാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. 1816 CMS മിഷണറി തോമസ് നോട്ടൻ ആലപ്പുഴയിൽ വന്നത് തുടങ്ങി ഉള്ള ഒരു ദീർഘമായ ചരിത്രമാണ്. കേരളത്തിൻ്റെ ആഗമനമുള്ള വളർച്ചയ്ക്ക് മിഷണറിമാരുടെ ആഗമനം മുഖാന്തരമായി തീർന്നു. 1879 തിരുക്കൊച്ചി ആംഗ്ലിക്കൻ മഹായിടവകയായി രൂപപ്പെട്ട് 146 വർഷങ്ങൾ പൂർത്തീകരിച്ചു. ഇത് 147ാമത് മഹായിടവക ദിനമാണ്. 150 വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് ഇനിയും ചുരുക്കം ചില വർഷങ്ങൾ മാത്രം. ഈ 146 വർഷത്തെ മഹായിടവക എന്ന നിലയിലുള്ള വളർച്ച ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ നാടിന് ലഭിച്ച വളർച്ച, നാടിന് വിദ്യാഭ്യാസപരമായി ലഭിച്ച വളർച്ച, അക്ഷരം, അച്ചടി കേന്ദ്രം, വിദ്യാലയങ്ങൾ, ഈ നാടിൻ്റെ മുത്തശ്ശിയായ CMS കോളേജ്, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച ബേക്കർ വിദ്യാലയം തുടങ്ങി കോട്ടയത്തിൽ എടുത്തു പറയാവുന്ന എല്ലാ തുടക്കങ്ങൾക്കും കാരണമായത് CMS മിഷണറിമാരായിരുന്നു. അവരുടെ സേവനമാണ്, അവരുടെ കഠിനാധ്വാനമാണ്. അവർ മനുഷ്യനെ ചേർത്ത് നിർത്തിയതാണ്. മനുഷ്യനല്ല എന്ന് പറഞ്ഞിരുന്നവരെ മനുഷ്യരാക്കി തീർത്ത, ചേർത്ത് നിർത്തുന്ന വലിയ അനുഭവം. അതുകൊണ്ട് സഭയെ പഠിപ്പിച്ചത് എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, വ്യത്യസ്തതകൾ എപ്പോഴും ഉള്ളപ്പോഴും ആ വ്യത്യസ്തതകളിൽ ഒന്നായി കാണുവാൻ, ഒന്നായി ചേർത്ത് നിർത്തുവാൻ, ക്രിസ്തു സ്നേഹം പങ്കുവെക്കുവാൻ ഈ മിഷണറിമാരിലൂടെ CSI സഭയെ മാത്രമല്ല പഠിപ്പിച്ചത്, ഈ നാടിനെ ആകമാനം കേരളത്തിലുള്ള സഭകളെ മുഴുവൻ പഠിപ്പിച്ചത്, കാട്ടിത്തന്നത്, ജീവിത അനുഭവങ്ങളിലൂടെ കാട്ടിത്തന്നത് ഈ മിഷണറിമാരാണ്. ഗ്രാമങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ഇൻറ്റീരിയർ മേഖലകളിൽ വിദ്യാലയങ്ങൾ ആരംഭിച്ച് വിദ്യാഭ്യാസം ലഭ്യമല്ലാതിരുന്ന മേഖലകളിൽ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. അതിലൂടെ ഒരു വലിയ വിപ്ലവമായി സമൂഹത്തിലുണ്ടായത്. ഈ നാടിനെ വളർത്തിയെടുക്കുന്നതിൽ വിശ്വാസത്തിൽ ആളുകളെ ഒരുക്കുക എന്നത് മിഷണറിമാരുടെ സെക്കൻഡറി ആയ ദൗത്യമായിരുന്നു. ഈ ദൈവസ്നേഹം കണ്ടറിഞ്ഞവർ ക്രിസ്തു സ്നേഹത്തിലേക്ക് വരികയായിരുന്നു ചെയ്തത്. മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും കരുതുന്ന, എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ക്ലിനിക്കുകൾ ആരംഭിച്ച, വള്ളത്തിലും ബോട്ടിലുമൊക്കെയായി ആതുര സേവനങ്ങൾക്ക്
മുഖാന്തരങ്ങൾ ഒരുക്കിയ മിഷണറിമാർ. വിദ്യാഭ്യാസത്തിന് തുടക്കം മാത്രമല്ല, ഇവിടുത്തെ അച്ചടി, കേരളത്തിലെ അച്ചടിക്ക് മുഖാന്തരമായി തീർന്നവർ, വടിവൊത്ത അക്ഷരങ്ങൾ ലഭ്യമായത് ഈ മിഷണറിമാരുടെ പരിചരണ ഫലമാണ്. അതുകൊണ്ട് ഇന്ന് 147-ാം മഹായിടവക ദിനം ആഘോഷിക്കുമ്പോൾ ഈ മിഷണറിമാരെ ഓർക്കുക മാത്രമല്ല, അവരുടെ ചരിത്രത്തെപ്പറ്റി നാം പറയുക മാത്രമല്ല, ആ മിഷണറിമാരിലൂടെ ഊർജം ഉൾക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മഹായിടവയ്ക്ക് നേതൃത്വം നൽകിയ 12 അഭിവന്യരായ ബിഷപ്പന്മാർ, അവരോട് ചേർന്ന് പ്രവർത്തിച്ച അൽമായ നേതൃത്വം, പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, ഓരോ സഭകളിലെയും കമ്മിറ്റി അംഗങ്ങൾ, അവരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനങ്ങളെ, ത്യാഗപൂർണമായ സേവനങ്ങളെ ഓർക്കുന്നതിന് നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്നുള്ള ഒരവസരം കൂടിയായത്. അതുകൊണ്ട് ഓരോ സമ്മേളനങ്ങളും ഇതുപോലെയുള്ള മഹായിടവക ദിനങ്ങൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മളെ തന്നെ റീഡെഡിക്കേറ്റ് ചെയ്യുന്നുള്ളൊരവസരമായി മാറണം. എന്തിനു വേണ്ടി? സ്വയം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, സ്വാർത്ഥത നിറഞ്ഞൊരു ലോകത്തിൽ സ്വാർത്ഥത വെടിഞ്ഞ് നാടിൻ്റെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ, നീതിക്ക് വേണ്ടി നിലനിൽപ്പാൻ, അധാർമികതകളുടെ ഒരു ലോകത്തിൽ പ്രത്യേകിച്ച് ഇളം തലമുറയെ ഡ്രഗിൻ്റെ കാർന്നു തിന്നുന്ന അവലെ പ്രവണതയിൽ നിന്ന് കരകയറ്റുവാനൊക്കെയുള്ള പ്രയത്നങ്ങൾക്ക് ദൃഢപ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് നീങ്ങുന്നുള്ളൊരു അവസരം കൂടിയായത്. 150-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇനി നമ്മുടെ മുൻപിൽ 2 വർഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളല്ലോ. പരിശുദ്ധ ബാവ തിരുമേനി ചോദിച്ചു, എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ കൂടുന്നുണ്ടോ എന്ന്. ഞാൻ ബാവ തിരുമേനിയോട് പറഞ്ഞു, ഇല്ല, 150-ലേക്കുള്ളൊരു പ്രയാണത്തിന് തുടക്കമായത്, ആളുകളെ ഒരുക്കുന്ന, സജ്ജമാക്കുന്ന, പ്രവർത്തന പന്ഥാവിലേക്ക് നയിക്കുന്നതിനുള്ള യജ്ഞമാണ് ഇത് എന്ന് ഓർപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നിങ്ങൾ ഇത്രയും ആളുകൾ, പ്രതികൂലതകളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്നതിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും, അതിന് പിന്തുണ നൽകിയ പട്ടക്കാർ, ഉപദേശിമാർ തുടങ്ങി ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.